ഹരി ഓം. എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. ഭഗവത്ഗീതയിലൂടെ ജീവിത വിജയം. മനുഷ്യനെ സംബന്ധിച്ച് എന്നും ഒരു ചോദ്യം അവൻ്റെ ഉള്ളിൽ എപ്പോഴും അവനെ അലട്ടിക്കൊണ്ടിരിക്കുന്നതുണ്ട്. എല്ലാ മനുഷ്യരെയും. മരണം എന്താണ്? മരണശേഷം എങ്ങോട്ട് പോകുന്നു? ഇന്നും മനുഷ്യൻ അജ്ഞാതമാണ്. വാസ്തവത്തിൽ ഈ ഒരു കാര്യത്തെയാണ് മതങ്ങൾ മുഴുവൻ ദുരുപയോഗം ചെയ്തത്. കാരണം മരണശേഷം ഒരു സ്വർഗമോ നരകമോ ഉണ്ടെന്നും നരകത്തിൽ പോവാതെ സ്വർഗത്തിലേക്ക് ഞങ്ങൾ നിങ്ങളെ കൊണ്ടുപോവാം എന്ന് പറഞ്ഞ് പണ്ട് ഗൾഫിലേക്ക് റിക്രൂട്ട് ചെയ്യുന്ന ആളുകളെപ്പോലെ കുറേ റിക്രൂട്ടേഴ്സ് പല മതങ്ങളിലും വന്നു. അവർ ജോലി മതങ്ങളൊക്കെ ഒരു തരം ആളുകളെ നരകത്തിൽ നിന്ന് സ്വർഗത്തിലേക്ക് പാസ് കൊടുക്കാൻ കഴിയുന്നവരായി തീർന്നു. അപ്പം അവരുടെ ജനങ്ങളുടെ തലയിൽ ഉറപ്പിച്ചു മരണശേഷം ഒരു സ്വർഗമാണ്, അത് അടിപൊളി ജീവിതമാണ്, കള്ളും പെണ്ണും എന്തൊക്കെ ഉണ്ടോ തോന്നിവാസം അതൊക്കെ അവിടെ കിട്ടും. ഇപ്പം ഈ ഒരു മാസ്മരികമായ ഒരു ലോകത്തെ സ്വപ്നം കണ്ട് ആളുകൾ ജീവിക്കുമ്പോൾ അവർ വിചാരിക്കുകയാണ് എന്തും കഴിക്കാം, എത്രമാത്രം അപ്സരസുകളുടെ കൂടെ നൃത്തമാടാം, പാട്ടുപാടാം, എന്തൊക്കെ ചെയ്യാം, കള്ള് കുട്ടിച്ച് മതിമറന്ന് ആഹ്ലാദിക്കാം. ഇതൊക്കെയാണ് ജീവിതം. ഈ തരത്തിൽ അവരെ പറഞ്ഞ് മയക്കുമ്പോഴും സത്യത്തിലൊരു ചോദ്യം കിടക്കുന്നുണ്ട്. സ്വർഗം എന്നത് ആകാശത്തിനപ്പുറത്ത് ഉണ്ടാകുമോ? കാരണം തണുത്തുറഞ്ഞിരിക്കുന്ന ഓക്സിജൻ പോലും കിട്ടാത്ത ബഹിരാകാശത്ത്, ശൂന്യാകാശത്ത്, അതും ഏഴാകാശത്തിനപ്പുറത്ത് സ്വർഗം എന്നൊക്കെ പറയുന്നത് വല്ലതുമുണ്ടോ? ഇതൊക്കെ വെറും കെട്ടുകഥകളല്ലേ? മനുഷ്യനെ വെറുതെ മോഹിപ്പിക്കാൻ പറഞ്ഞതല്ലേ? കാരണം അവന് മരണശേഷം ആസ്വദിക്കാൻ, കള്ളു കുടിക്കാൻ ഒരു ശരീരം എവിടെ കിട്ടും? അന്തരീക്ഷത്തിൽ എങ്ങനെ ഒരു ശരീരം രൂപപ്പെടും? അതുപോലെ തന്നെ നിങ്ങൾക്ക് കാണണമെങ്കിൽ ഇന്ദ്രിയങ്ങൾ വേണം, കണ്ണ് വേണം. അവിടെ കണ്ണ് കിട്ടുമോ? മരണശേഷം കണ്ണും വായും മൂക്കും കാതും ഒക്കെ ഇവിടെ ഇട്ടിട്ടാണ് പോകുന്നത്. കത്തിക്ക് അല്ലെങ്കിൽ കുഴിച്ചിട്ട് അത് മുഴുവൻ ചെതലരിച്ച് മണ്ണായി പോകുന്നു. ആരും ഉടലോടുകൂടി സ്വർഗത്തിൽ പോയില്ല. അപ്പം ഈ ശരീരം വിട്ടുപോയ എന്താണത്? അതിന് സ്വർഗത്തിൽ കണ്ണും മൂക്കൊക്കെ കിട്ടുമോ? ഇതുവരെ മരിച്ചുപോയൊരു ആത്മാവെന്ന് വിളിക്കാം, അല്ലെങ്കിൽ എന്താണ്, എല്ലാവരും ആത്മാവ്, എല്ലാ മതങ്ങളും അതാ പറയാം, പരേതാത്മാവ്. ആരും കണ്ണുകൊണ്ട് കണ്ടിട്ടില്ല. അപ്പം ഇവിടെ തന്നെ കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്തൊരാത്മാവിന് നമ്മളെയും കാണാൻ പറ്റില്ല. അപ്പോൾ പിന്നെ അവർക്ക് എങ്ങനെ രൂപങ്ങളെ കാണാൻ പറ്റും? അപ്സരസകളുടെ സൗന്ദര്യമൊക്കെ വർണ്ണിച്ചിരിക്കുന്നു പല മതഗ്രന്ഥങ്ങളിൽ. അവർക്ക് എങ്ങനെ കാണാൻ പറ്റും? എങ്ങനെ കുടിക്കാൻ പറ്റും? എങ്ങനെ കേൾക്കാൻ പറ്റും? എങ്ങനെ ആസ്വദിക്കാൻ പറ്റും? അപ്പം ഇതൊന്നും ആളുകളെ സംബന്ധിച്ച് ഉത്തരമില്ല. ആളുകൾക്കൊക്കെ സംശയമാണ്. അപ്പം അതുകൊണ്ടാണ് ഇന്നും മനുഷ്യൻ അന്വേഷിക്കുകയാണ്, എവിടെ നിന്നാണ് മനുഷ്യൻ വന്നത്, എവിടേക്കാണ് മനുഷ്യൻ യഥാർത്ഥത്തിൽ പോകുന്നത്? ആളുകൾ മുഴുവൻ എല്ലാ മതങ്ങളും പറയുന്നത് അന്ധമായി സ്വീകരിക്കാൻ തയ്യാറില്ല. കാരണം ചിന്തിക്കുന്നവരെ സംബന്ധിച്ച് യുക്തിക്ക് നിരക്കാത്ത ഉൾക്കൊള്ളാൻ പറ്റില്ല. എന്നാൽ എന്നും മനുഷ്യനെ വേട്ടയാടുന്നുണ്ട്. എവിടെ നിന്ന് വന്നു ഞാൻ, എവിടേക്ക് പോകുന്നു? പണ്ട് പാടിയൊരു പാട്ടുണ്ടല്ലോ, എവിടെ നിന്നോ വന്നു ഞാൻ, എവിടേക്കോ പോണു ഞാൻ, വിളക്കുമരമേ വിളക്കുമരമേ കല്ലെറിയല്ലേ. എല്ലാവർക്കും അറിയുന്ന പഴയൊരു പാട്ടാണ്. എവിടെ നിന്ന് വന്നു ഞാൻ, എവിടേക്ക് പോകുന്നു ഞാൻ. ശാസ്ത്രജ്ഞന്മാർക്ക് പോലും ഇതിനൊരു ഉത്തരം തരാൻ സാധിച്ചിട്ടില്ല. ശാസ്ത്രം എത്രയോ പുരോഗതി പ്രാപിച്ചു എന്ന് പറയുമ്പോഴും ഇന്നും എത്തി നിൽക്കുന്നത് ഒരു അൺസർട്ടനിറ്റി തിയറിയിലാണ്. എവിടെ നിന്ന് ഊർജം പ്രവഹിച്ചു വരുന്നു? ഊർജത്തിൻ്റെ പിന്നിലുള്ള ശക്തി എന്ത്? എനർജിയാണ് പ്രപഞ്ചത്തിൻ്റെ പിന്നിലുള്ളത്. പക്ഷേ എനർജിയുടെ പിന്നിൽ എന്തുണ്ട്? എനർജി എവിടെ നിന്ന് രൂപപ്പെടുന്നു? ഉത്തരം കിട്ടിയിട്ടില്ല. അനന്തശക്തി എവിടെ നിന്നാണ് വരുന്നത്? അതിനൊരു ഉറവിടമുണ്ടല്ലോ. അതിൻ്റെ ഉറവിടം എന്താണ്? ഈ തരത്തിൽ നമുക്ക് ഉത്തരം കിട്ടാത്ത, ഉത്തരം അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വലിയ ചോദ്യത്തിന് ഇവിടെ ഉത്തരം തരികയാണ് ഭഗവാൻ കൃഷ്ണൻ ഗീതയിലെ 14ഉം 15ഉം 3-ാം അധ്യായത്തിലൂടെ. അപ്പോൾ 14ഉം 15ഉം ശ്ലോകങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടു. വളരെ ആഴത്തിൽ പഠിക്കേണ്ട ശ്ലോകങ്ങളാണ്. ഇന്നത്തെ ആധുനിക ഭൗതിക ശാസ്ത്രത്തിൻ്റെ വെളിച്ചത്തിലൂടെ
പരിശോധിക്കേണ്ട ശ്ലോകങ്ങളാണ്. അതുകൊണ്ട് ഈ വാക്കുകളൊന്നും നിങ്ങൾ അതുപോലെ വായിച്ചു പോകരുത്. ഇതിൻ്റെയൊക്കെ പിന്നിലുള്ള സൂക്ഷ്മ അർത്ഥത്തെ ഗ്രഹിക്കണം. കാരണം ഈ വാക്കുകളൊക്കെ സ്ഥൂല അർത്ഥത്തെയും തരും, സൂക്ഷ്മ അർത്ഥത്തെയും തരും. നിങ്ങൾ ഏതാണോ ഗ്രഹിക്കുന്നത് അതേ നിങ്ങൾ കാണുള്ളൂ. നിങ്ങൾ സൂക്ഷ്മമായത് ഗ്രഹിച്ചാൽ സൂക്ഷ്മമായത് കാണും. അപ്പം അതുകൊണ്ട് ദൃശ്യതേത്തു സൂക്ഷ്മയാ ബുദ്ധിയ, സൂക്ഷ്മബുദ്ധി കൊണ്ട് വേണം ഈ ശ്ലോകങ്ങളെ നമ്മൾ പഠിക്കാൻ. പല ഗീതാ വ്യാഖ്യാനങ്ങളും അതിൻ്റെ സ്ഥൂലതലത്തിൽ മാത്രമാണ് അർത്ഥം എഴുതിപ്പോയത്. നമ്മൾ കുറച്ചുകൂടി സൂക്ഷ്മമായിട്ട് ഇതിനെ പഠിക്കാം. അപ്പോൾ നമുക്ക് ആ ശ്ലോകങ്ങളിലേക്ക് കിടക്കാം. 14ഉം 15ഉം ശ്ലോകങ്ങൾ. അന്നാദ്ഭവന്തി ഭൂതാനി പർജന്യാതന്ന സംഭവ യജ്ഞാദ്ഭവതി പർജന്യ യജ്ഞകർമ്മ സമുദ്ഭവം കർമ്മ ബ്രഹ്മോദ്ഭവം വിദ്ധി ബ്രഹ്മാക്ഷര സമുദ്ഭവം തസ്മാത് സർവഗതം ബ്രഹ്മ നിത്യം യജ്ഞേ പ്രതിഷ്ഠിതം. 6 പടികളെക്കുറിച്ച് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, ഒന്നുകൂടി ഓർമ്മിപ്പിക്കാം. ഭൂതങ്ങൾ ഭവിക്കുന്നു അന്നത്തിൽ നിന്ന്. 2, അന്നം ഭവിക്കുന്നു പർജന്യം, മഴയിൽ നിന്ന്, വെള്ളത്തിൽ നിന്ന്. പർജന്യം ഭവിക്കുന്നു യജ്ഞത്തിൽ നിന്ന്. അതെന്താണെന്നൊക്കെ നമുക്ക് നോക്കാം. യജ്ഞം ഭവിക്കുന്നു കർമ്മത്തിൽ നിന്ന്, കർമ്മം ഭവിക്കുന്നു ബ്രഹ്മത്തിൽ നിന്ന്. ഈ 6 പടികളുടെ പരിണാമത്തിൻ്റെ, പരിവർത്തനത്തിൻ്റെ, വികാസത്തിൻ്റെ ഒരു ചിത്രം കൃഷ്ണൻ ഇവിടെ 3-ാം അധ്യായത്തിൽ 14ഉം 15ഉം ശ്ലോകത്തിലൂടെ നമുക്ക് കാഴ്ചവെക്കുമ്പോൾ ഒരു വലിയ ചോദ്യത്തിന്, സമസ്യയ്ക്ക് ഉത്തരം കിട്ടുകയാണ്. എവിടെ നിന്നാണ് ഈ പ്രപഞ്ചം രൂപപ്പെട്ടത്? നമുക്ക് നോക്കാം. അന്നാദ ഭവന്തി ഭൂതാനി, ഭൂതങ്ങൾ അന്നത്തിൽ നിന്നും രൂപപ്പെടുന്നു. അപ്പോൾ ഈ ശ്ലോകത്തിൻ്റെ സ്ഥൂലാർത്ഥം നോക്കിക്കഴിഞ്ഞാൽ ഭൂതങ്ങൾ, നമ്മൾ പഞ്ചഭൂതാത്മകമായ ശരീരങ്ങളെയൊക്കെ ഭൂതം എന്ന് പറയാം. അപ്പം ഭൂതങ്ങളൊക്കെ അന്നത്തിൽ നിന്ന് രൂപപ്പെടുന്നു. വളരെ മനസ്സിലാക്കണം നിങ്ങൾ. എന്താണ് ഈ ഭൂതങ്ങൾ എന്ന് പറഞ്ഞാൽ? ഭൂ എന്നതിനെ ഭവിക്കുക എന്നാണ് അർത്ഥം. അപ്പം നമ്മൾ എന്ത് കാണുന്നുണ്ടോ അതൊക്കെ ഭവിച്ചതാണ്, വികസിച്ചതാണ്. ഏതിൽ നിന്നാണ് വികസിച്ച് വന്നത്? അതെല്ലാം പല കെമിക്കൽ വസ്തുക്കളിലൂടെ വികാസം ഉണ്ടായിട്ടുള്ളതാണ്. അതായത് നമ്മളിപ്പോൾ സൂര്യനെ നോക്കുമ്പോൾ സൂര്യനിൽ നമ്മൾ കത്തിജ്വലിക്കുന്നത് കാണുന്നുണ്ട്, അത് ഹീലിയമാണ്. അപ്പോൾ ഹൈഡ്രജൻ മോളിക്യൂൾ തന്നെയാണ് ഹീലിയമായിട്ട് മാറുന്നത്. അപ്പോൾ ഹീലിയമാണ് ആദ്യത്തെ ഈ പ്രപഞ്ചത്തിലെ കെമിക്കൽ എന്ന് പറയാൻ സാധിക്കുന്ന സാധനം. കാരണം അവിടെ മുതൽ പിന്നീട് പ്രപഞ്ചത്തിൽ ഈ കെമിക്കൽ പരിണാമങ്ങൾ സംഭവിച്ചുകൊണ്ട് ഇവിടെ സ്ഥൂല വസ്തുക്കൾ നിർമ്മിതമായി. അങ്ങനെയാണ് നമ്മൾ കെമിസ്ട്രിയിൽ പഠിക്കുന്ന പല മൂലകങ്ങളും നമ്മൾ കാണുന്നത്. പല ഗ്യാസ്, ഓക്സിജൻ, ഹൈഡ്രജൻ തുടങ്ങി അങ്ങോട്ട് പല പല കെമിക്കൽ സാധനങ്ങൾ എന്തൊക്കെ ഈ പ്രപഞ്ചത്തിലുണ്ടൊക്കെ. ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് ഗ്യാസ് പരിവർത്തനം വന്ന് പല കെമിക്കലുകളായി. ആ കെമിക്കലുകളാണ് പിന്നീട് നാം കാണുന്ന എർത്തായിട്ടും മൂണായിട്ടും ഈ സൗരയൂഥത്തിലെ എല്ലാ സ്ഥൂല ഗ്രഹങ്ങളും നക്ഷത്രങ്ങളും, എണ്ണിയാലൊടുങ്ങാത്ത ഗാലക്സികൾ, നക്ഷത്രങ്ങളൊക്കെ ഈ കെമിക്കൽ സാധനങ്ങൾ തന്നെയാണ്. അപ്പോൾ അന്നത്തിൽ നിന്നും ഭൂതങ്ങൾ ഉണ്ടായെന്ന് പറഞ്ഞാൽ അന്നം എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത് കഴിക്കുന്ന ചോറും ചപ്പാത്തിയും മാത്രമല്ല. അതായത് വളരെ സൂക്ഷ്മമായ കെമിക്കലുകളെ ഇവിടെ അന്നം എന്ന് പറയണം. അന്നം എന്ന് പറഞ്ഞാൽ കാരണം എന്നർത്ഥം, ഒരു കോസാണ്. ഈ കാരണത്തിൽ നിന്നും കാര്യമുണ്ടാകുന്നു. ആധുനിക ഫിസിക്സ് പഠിപ്പിക്കുന്ന കാര്യം കൃഷ്ണൻ പറയണത്. അന്നത്തിൽ നിന്നും ഭൂതമുണ്ടാകുന്നു പറഞ്ഞാൽ ചോറ് കഴിച്ചാൽ കുട്ടി ഉണ്ടാകും എന്നുള്ളത് സ്ഥൂലാർത്ഥം എടുക്കരുത്. നാം എടുക്കേണ്ട അർത്ഥം ഇവിടെ എന്ത് നമ്മൾ കാണുന്നുണ്ടോ അതിൻ്റെ പിന്നിൽ ചില കെമിക്കലുകൾ, അതിൻ്റെ റിയാക്ഷൻസ്, അതിൻ്റെ റേഡിയേഷൻസ്, അതിൻ്റെ പലതരത്തിലുള്ള പരിണാമങ്ങൾ,
അതിൽ നിന്നൊക്കെയാണ് ഈ ഭൂതങ്ങളൊക്കെ പ്രകടമായത്. ഈ കാണുന്നതൊക്കെ സൂര്യനായാലും ചന്ദ്രനായാലും അതുപോലെ തന്നെ വ്യാഴമായാലും എണ്ണിയാലൊടുങ്ങാത്ത നക്ഷത്രങ്ങൾ, നാം ഇരിക്കുന്ന ഭൂമി എല്ലാം ഗ്യാസ് കെമിക്കലുകളായി പിന്നീട് അത് പല രൂപങ്ങളായി മാറി. അതിനൊക്കെ പല പറയാനുണ്ട്, ഒരുപാട് ശാസ്ത്രത്തിന് തന്നെ വ്യാഖ്യാനിച്ച് പറയാനുണ്ട്. ഇനി ആ ഭൂതങ്ങൾ ഉണ്ടായത് അന്നത്തിൽ നിന്നാണ്. അന്നമുണ്ടായതോ പർജന്യത്തിൽ നിന്നാണ്. അപ്പോൾ ഇവിടെ പർജന്യം എന്ന് പറഞ്ഞാൽ വെള്ളം എന്നൊരർത്ഥം. നിങ്ങൾ ഐൻസ്റ്റീൻ്റെ തിയറി ഓഫ് ഏതാണ് പറയുക, പ്രപഞ്ചോൽപത്തിക്ക് കാരണം ബിഗ് ബാങ് തിയറി എടുത്ത് നോക്കിയാൽ ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് ചൂടായി ഉരുകി സിംഗുലാരിറ്റിയിൽ നിന്നാണ്. വളരെ മൈന്യൂട്ടായിട്ട് കണ്ണുകൊണ്ട് പോലും കാണാൻ പറ്റാത്ത ഒരു സിംഗുലാരിറ്റിയിൽ നിന്ന് ട്രിനി സിംഗുലാരിറ്റി, അതങ്ങനെ എക്സ്ട്രീം ചൂടാകും തോറും ജലം അത് പൊട്ടിത്തെറിച്ചാണ് പിന്നീട് തണുത്തുറച്ചാണ് ഇതൊക്കെയത്. അപ്പം തണുത്തുറയ്ക്കുമ്പോൾ അത് വെള്ളരൂപത്തിലായിരുന്നു. അതിങ്ങനെ ഘനീഭവിച്ച് വന്നതാണ്. കോടാനുകോടി വർഷങ്ങളങ്ങനെ ഘനീഭവിച്ച് വന്നതാണ്. നമ്മൾ വോൾക്കാനോ എന്നൊക്കെ കേട്ടില്ലേ, അതൊക്കെ അങ്ങനെ പൊട്ടിത്തെറിച്ച് കഴിഞ്ഞാൽ അങ്ങനെ ലാവയുടെ രൂപത്തിൽ കിടന്ന് അതെല്ലാം പിന്നീട് ഘനീഭവിച്ച്. അപ്പോൾ പർജന്യത്തിൽ നിന്നുണ്ടായി എന്ന് പറഞ്ഞാൽ കേവലം മഴയിൽ നിന്ന് വിത്ത് മുളച്ച് അന്നമായി കഴിച്ച് കുട്ടിയുണ്ടാകുന്നു എന്ന സ്ഥൂലാർത്ഥത്തിൽ മാത്രം എടുക്കരുത്. ഈ പ്രപഞ്ചം നാം കാണുന്ന ഇതെല്ലാം വളരെ സൂക്ഷ്മമായ കെമിക്കൽസ് ആയിരുന്നു. ആ കെമിക്കലെല്ലാം ദ്രവരൂപത്തിലുണ്ടായിരുന്നു. ഇനി ആ ദ്രവരൂപത്തിലുണ്ടാകുന്നതിന് മുമ്പ് ഇതെവിടെയായിരുന്നു? പർജന്യാത് യജ്ഞാത്, യജ്ഞത്തിൽ നിന്നാണ് പർജന്യം ഉണ്ടായത്. ആ വാക്ക് വളരെ ഗംഭീരമാണ്. യജ്ഞത്തിൽ നിന്ന് കൃഷ്ണൻ യജ്ഞം എന്നൊരു വാക്ക് പറയുമ്പോൾ അത് വളരെ അർത്ഥത്തിലാണ് പറഞ്ഞത്. നിങ്ങളത് ഹോമകുണ്ഡത്തിലേക്ക് മാത്രം താഴ്ത്തരുത്. അങ്ങനെ ഒരു വ്യാഖ്യാനമേ നിങ്ങൾ കൃഷ്ണൻ ഗീതയിൽ നിന്ന് എടുക്കരുത്. കാരണം ഭഗവാൻ ഒരിക്കലും ഹോമകുണ്ഡവുമായി ബന്ധപ്പെട്ട യജ്ഞത്തെ അല്ല ഇവിടെ പറയുന്നത്. കാരണം നമുക്കൊക്കെ അങ്ങനെ ധാരണ ഉണ്ട്, യാഗം ചെയ്താൽ മഴ പെയ്യുന്നത്. അത് പെയ്യാതിരിക്കുകയും ചെയ്യട്ടെ. പല യാഗങ്ങളിലും ശാസ്ത്രജ്ഞന്മാർ അതിനുള്ള കാരണങ്ങളൊക്കെ ഗവേഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. പാഞ്ഞാൾ പോലുള്ള സ്ഥലത്ത് അതിരാത്രങ്ങൾ നടന്നപ്പോൾ ജർമ്മനിയിൽ നിന്നൊക്കെ ശാസ്ത്രജ്ഞന്മാർ പല ക്യാമറകളും കൊണ്ടുവച്ചിട്ട് അവർ അന്തരീക്ഷത്തിൽ നടക്കുന്ന പരിണാമങ്ങളെക്കുറിച്ച് ആ സമയത്ത് നടക്കുന്ന റേഡിയേഷൻസൊക്കെ അവർ പഠനം നടത്തിയിട്ടുണ്ട്. അപ്പം എന്തുകൊണ്ടാണ് ഇങ്ങനെ യജ്ഞം നടത്തുമ്പോൾ മഴ പെയ്യുന്നത് എന്നുള്ളൊക്കെ ഒരു വേറെ വിഷയം. നമ്മളെ സംബന്ധിച്ച് അതല്ല പഠിക്കുന്നത്. കാരണം ഇവിടെ യജ്ഞം എന്ന് പറയുന്നത് ഗീതയിൽ പറഞ്ഞ ഈ ശ്ലോകം നിങ്ങൾ ഭാഗവതം നോക്കി അവിടെയും കൃഷ്ണൻ പറഞ്ഞിട്ടുണ്ട്. വേണമെങ്കിൽ നിങ്ങൾക്ക് എടുത്തു നോക്കാം. 11-ാം സ്കന്ധം 19-ാം അധ്യായം 30-ാം ശ്ലോകത്തിൽ കൃഷ്ണൻ പറയുന്നുണ്ട്, യജ്ഞോഹം ഭഗവത്തമ, ഞാനാണ് യജ്ഞം എന്ന്. ഹോമമാണ് യജ്ഞം എന്ന് അവിടെ പറഞ്ഞിട്ടില്ല. യജ്ഞോഹം ഭഗവത്തമ എന്നാണ്. അവിടെ ധർമ്മ ഇഷ്ടധനം നൃണാം യജ്ഞോഹം ഭഗവത്തമ. നിങ്ങൾ നോക്കൂ റെഫറൻസിന്. അപ്പോൾ യജ്ഞം എന്ന് പറഞ്ഞാൽ താൻ തന്നെയാണ്. യജ്ഞോ വൈ വിഷ്ണു എന്നുണ്ട്. യജ്ഞം വിഷ്ണുവാകുന്നു. യജ്ഞമൂർത്തി, ഭഗവാൻ യജ്ഞമൂർത്തിയാണെന്ന് പറയും. അപ്പോൾ യജ്ഞം എന്ന് പറഞ്ഞാൽ അർത്ഥം പാരസ്പര്യം. നമ്മൾ അനവധി തവണ പറഞ്ഞാണ്, ഒരു പാരസ്പര്യമാണ്. പരസ്പരമായ പ്രവർത്തനത്തെയാണ്, പരസ്പരമായ സഹകരണത്തെയാണ്, സമർപ്പണത്തെയാണ് യജ്ഞം എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഒരു കോപ്പറേഷനാണ്, ഒരു അട്രാക്ഷനാണ്, പരസ്പരമായ ആകർഷണം. അതിൽ നിന്ന് മഴയുണ്ടാകുന്നു എന്ന് പറയുമ്പോൾ കൃഷ്ണനെ നമിച്ചു പോവില്ലേ? ഏത് കുട്ടിക്കും അറിയാലോ, ഹൈസ്കൂളിലേക്ക് എത്തുമ്പോഴേക്കും ഹൈഡ്രജനും ഓക്സിജനും പരസ്പരം ചേർന്നാണ് വെള്ളമുണ്ടാകുന്നതെന്ന് ആർക്കാണ് അറിയാത്തത്? അപ്പോൾ ഹൈഡ്രജൻ്റെ 2 തന്മാത്രകളും ഓക്സിജൻ്റെ 1 തന്മാത്രയും പരസ്പരം ആകർഷിതമായി ചേരുമ്പോൾ ഒരു പാരസ്പര്യം, ഒരു യജ്ഞം എന്ന് പറഞ്ഞാൽ ഈ ഒരു സഹവർത്തിത്വം, ഈ ഒരു കോപ്പറേറ്റീവ്, ഈ ഒരു കോപ്പറേഷൻ, ഇൻ്റർഡിപ്പെൻഡൻസ്, ഒരു അങ്ങോട്ടും ഇങ്ങോട്ടുള്ള റിലേറ്റിവിറ്റി, ഒരു കണക്ഷൻ,
ഇതില്ലാതൊരിക്കലും പർജന്യമുണ്ടാവില്ല. ഹൈഡ്രജനും ഓക്സിജനും ചേരാത്തോടത്തോളം കാലം വെള്ളം ഉണ്ടാവാൻ പോകുന്നില്ല. അപ്പം കൃഷ്ണൻ വെറുതെയാണോ ആ വാക്കുപയോഗിച്ചത്? അപ്പോൾ ഈ പ്രപഞ്ചം എങ്ങനെയാണ് രൂപപ്പെടുന്നത്? ഈ പ്രപഞ്ചം രൂപപ്പെടുന്നതിൻ്റെ പിന്നിൽ ഒരു സഹവർത്തിത്വമുണ്ട്. ഇനി ശാസ്ത്രജ്ഞന്മാർ കണ്ട സഹവർത്തിത്വത്തിനപ്പുറത്ത് അതിനും അപ്പുറത്തൊരു സഹവർത്തിത്വമുണ്ട്. നമ്മളതിലേക്കാണ് കടക്കാൻ പോകുന്നത്. ഈ തലങ്ങളൊക്കെ ശാസ്ത്രജ്ഞന്മാരും കണ്ടതാണ്. ഹൈഡ്രജനും ഓക്സിജനും പരസ്പരം അതിൻ്റെ ആറ്റംസ്, അതിൻ്റെ മോളിക്യൂളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുമ്പോൾ, ഇലക്ട്രോൺസിനെ ഷെയർ ചെയ്യുന്ന സമയത്ത് അവിടെ ഉണ്ടാകുന്ന രാസപ്രവർത്തനങ്ങളാണ് വെള്ളമായിട്ട് നമ്മൾ കാണുന്നത്. അപ്പം അതുകൊണ്ട് ആ കാര്യങ്ങളൊക്കെ ശാസ്ത്രലോകം കണ്ടെത്തിയിട്ടുണ്ട്. എന്നാൽ അതിനുശേഷം പിന്നീട് ഭഗവാൻ പറയുന്നതാണ് വളരെ ഇമ്പോർട്ടൻ്റ്. ഏതായാലും ഞാൻ അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇന്നത്തെ ആധുനിക ഫിസിക്സിനെ കൂടെ നമുക്കൊന്ന് കൊണ്ടുവരാം, ഒന്ന് അറിയാൻ വേണ്ടി നമ്മുടെ ജിജ്ഞാസയ്ക്ക്. കാരണം ഈ പ്രപഞ്ചം എങ്ങനെ രൂപപ്പെട്ടു എന്നത് നിങ്ങൾ സെമിറ്റിക് മത ഗ്രന്ഥങ്ങളിൽ നിന്നും മാറി ചിന്തിക്കണം. കാരണം സെമിറ്റിക് മതങ്ങളെ സംബന്ധിച്ച് അവർക്ക് വളരെ അന്ധമായൊരു ധാരണ ഉറപ്പിച്ചിരിക്കുന്നത് സ്വർഗത്തിലിരിക്കുന്ന ദൈവത്തിന് ഒന്നാമത്തെ ദിവസം ഒരു വിളി വന്നു, രണ്ടാമത്തെ ദിവസം വേറെ വിളി വന്നു, മൂന്നാമത്തെ ദിവസം അങ്ങനെ ഓരോ ദിവസം അദ്ദേഹം ഭൂമി ഉണ്ടാക്കുന്നു, സൂര്യനെ ഉണ്ടാക്കുന്നു, പകലുണ്ടാക്കുന്നു, രാത്രി ഉണ്ടാക്കുന്നു എന്നൊക്കെയാണ്. അതിൽ ബൈബിളൊക്കെ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് വളരെ തമാശ തോന്നും. ദൈവം ആറാമത്തെ ദിവസമാണ് സൂര്യനെ സൃഷ്ടിച്ചതെന്നാണ്. അപ്പോൾ ഈ 6 ദിവസമായത് എങ്ങനെ അദ്ദേഹത്തിന് അറിഞ്ഞു എന്നൊരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരമില്ല. കാരണം 6 ദിവസമായത് അറിയണമെങ്കിൽ സൂര്യൻ ഉദിക്കുകയും അസ്തമിക്കുകയൊക്കെ വേണ്ടേ? അപ്പോൾ അതൊക്കെ പറയുമ്പോൾ അവർ പറയുമോ അതൊക്കെ ദൈവത്തിൻ്റെ കൽപ്പനകളൊന്നും നിങ്ങൾ ചോദ്യം ചെയ്യരുതെന്നാണ്. ദൈവത്തിന് എന്ത് വേണേലും പറയാം. അത് ദൈവം പറയാൻ ഇപ്പോൾ പകലെ രാത്രിയെ പറഞ്ഞാൽ നമ്മൾ വിശ്വസിച്ചോളം നടത്താം. പക്ഷെ ഇപ്പം അതൊക്കെ മാറി. കാരണം എനിക്ക് ചെറുപ്പക്കാരോടൊക്കെ പറയുന്നത് അന്ധമായ മതവിശ്വാസങ്ങളൊക്കെ അപകടമാണ്. ഏത് മതമായാലും അതിനെ യുക്തിപൂർവം പഠിക്കാനും നമ്മൾ പരിശോധിക്കാനും ഒരു തുറന്ന മനസ്സ് വേണം. ഞാൻ എന്തുകൊണ്ട് ഹിന്ദുവാണെന്ന് അഭിമാനിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു അന്ധതയിൽ നിന്ന് രൂപപ്പെടുന്നതല്ല, അന്ധമായ മതവിശ്വാസമല്ല. ഞാനൊരു മതഭ്രാന്തനുമല്ല. കാരണം ഇവിടെ നിങ്ങൾക്ക് കീറി മുറിച്ച് പരീക്ഷിക്കാൻ പരിശോധിക്കാൻ സ്വാതന്ത്ര്യമുള്ളത് കൊണ്ടാണ്. അല്ലാതെ ദൈവം അങ്ങനെ പറഞ്ഞു, ദൈവത്തിനൊരു സ്വർഗമുണ്ട്, നിങ്ങളാരാ ചോദ്യം ചെയ്യാൻ? ആ ഒരു ധിക്കാരത്തിലല്ല ഇത് കൊണ്ടു നടക്കുന്നത്. ഈവൻ ഗീത എടുത്ത് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം കൃഷ്ണൻ്റെ ആ ഒരു ഓപ്പൺനെസ്, കൃഷ്ണൻ്റെ ആ ഒരു ട്രാൻസ്പെറൻസി, കൃഷ്ണൻ്റെ ആ ഒരു ഒരു പറയാനുള്ള ഒരു ആർജവം. ഗീതയിലെ 18-ാം അധ്യായത്തിൽ നമുക്കത് കാണാം. വിമർശയേദശേഷേണ യഥാ ഇച്ഛസി തഥാ കുരു. നിങ്ങൾക്ക് ഈ പറഞ്ഞതെല്ലാം പൂർണ്ണമായി വിമർശിച്ചുകൊണ്ട്, എതിർക്കുകയല്ല. നിങ്ങൾക്ക് എതിർക്കാം, പക്ഷെ നിങ്ങൾക്കത് ശരിയല്ല എന്ന് തെളിയിക്കാനുള്ള കഴിവുണ്ടാവണം. ഇവിടെ നിങ്ങൾ പരിശോധിക്കുക, ഇവിടെ നിങ്ങൾ പരീക്ഷിക്കുക, ഇവിടെ നിങ്ങൾ അതിനെ നല്ലവണ്ണം മുറിച്ച് അതിനെ തലനാരിഴ കൊണ്ട് നിങ്ങൾ പരിശോധിക്കുക, അല്ലെങ്കിൽ ചികഞ്ഞ് പരിശോധിക്കുക. ഈ പറഞ്ഞത് മുഴുവൻ ശാസ്ത്രീയമായി ശരിയാണ്. ഇന്ന് നമുക്ക് ആധുനിക ശാസ്ത്രത്തിൻ്റെ കണ്ടുപിടുത്തങ്ങളുമായിട്ട് മാത്രമേ ഇതിനെ ചേർക്കാൻ പറ്റുള്ളൂ. കാരണം ഇന്ന് നമ്മുടെ കയ്യിലുള്ള റെഡി റെഫറൻസ് എന്ന് പറയുന്നത് നമ്മുടെ ശാസ്ത്രജ്ഞന്മാർ തന്നിരിക്കുന്ന കണ്ടുപിടുത്തങ്ങളാണ്. അതുകൊണ്ടാണല്ലോ ഇപ്പം നമ്മൾ സാറ്റലൈറ്റുകൾ അയക്കുന്നതും അതുപോലെ കുറേ ഇന്നത്തെ ടെക്നോളജികൾ ഉപയോഗിക്കുന്നതൊക്കെ ആ ഒരു അവരുടെ അറിവിൻ്റെ നിഗമനത്തിൽ തന്നെയാണ്. അതിനെ വില വയ്ക്കണം. കാരണം ആ അറിവിൻ്റെ നിഗമനം തന്നെയാണ് ഇതുവരെ ശരി എന്നത് ഉള്ളതുകൊണ്ടാണ് അതിൻ്റെ വെളിച്ചത്തിലൂടെ നമുക്ക് ഗീത പഠിക്കാൻ സാധിക്കുന്നത്. എന്നാൽ ഇതര മതങ്ങൾക്ക് എന്തു പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആധുനിക ശാസ്ത്രത്തിൻ്റെ കണ്ടുപിടുത്തങ്ങളുമായിട്ട് ഒരു തരത്തിലും അവർക്ക് ചേരാൻ പറ്റുന്നില്ല. കാരണം ദൈവം സൃഷ്ടിച്ചു എന്നത് ആദ്യമേ ഐൻസ്റ്റീനൊക്കെ നിഷേധിച്ചു കളഞ്ഞു. പറഞ്ഞു ആകാശത്തിൽ അങ്ങനെ ഒരു സ്വർഗവുമില്ല, അവിടെ ഒരു ദൈവവും ഇരിക്കുന്നില്ല, അങ്ങനെയുള്ള ഒരു സൃഷ്ടിയല്ല ഇത് പിന്നെ എന്താണ് ഒരു വിസ്ഫോടനത്തിലൂടെ. വിസ്ഫോടനം വന്നു എന്ന് പറഞ്ഞാൽ തന്നെ ഉറപ്പാണല്ലോ ഇത് വിസ്ഫോടനം സ്വർഗത്തിൽ വെച്ച് നടന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ദൈവം അവിടെ ഉണ്ടാവില്ല. അപ്പോൾ ഇതൊരു പൊട്ടിത്തെറിയിലൂടെയാണ് വന്നത്. അത് സെൽഫ് ഇവോൾവ് ആണ്, സെൽഫ് എക്സിസ്റ്റിംഗ് ആണ്. ഇതെല്ലാം ആരുടെയും പ്രേരണ കൊണ്ടല്ല എന്നൊക്കെയാണ് ഐൻസ്റ്റീനെ പോലുള്ളവർ കണ്ടുപിടിച്ചത്. അതുകൊണ്ടാണ് ലോ ഓഫ് റിലേറ്റിവിറ്റി തുടങ്ങിയിട്ട് അനവധി തിയറികൾ അദ്ദേഹത്തിന് കൊണ്ടുവരാൻ പറ്റിയത്. ഏതായാലും നമുക്ക് ഈ ഒരു കാര്യത്തിൽ ആധുനിക ശാസ്ത്രത്തിൻ്റെ ഒരു വീക്ഷണം കൂടി നോക്കാം. ഈ പ്രപഞ്ചം മുമ്പ് ഏത് രൂപത്തിലായിരുന്നു?
അപ്പോൾ ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് നമുക്കൊന്നും ഇമാജിൻ ചെയ്യാൻ പറ്റാത്ത അങ്ങേയറ്റത്തെ അനന്തമായ, നമ്മൾ ബ്ലാക്ക് ഹോൾ എന്നൊക്കെ കേൾക്കുന്നില്ലേ, അതേപോലെ വെളിച്ചവുമില്ല, എന്താ ഒന്നും എന്തൊന്നും കണ്ടുപിടിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ അങ്ങനെ ഒരു ഊർജ്ജശക്തിയായി, ഊർജമെന്ന് പോലും പറയാൻ പറ്റാത്ത ഊർജ്ജശക്തിയായി. ഊർജ്ജമെന്ന് പറയാൻ പറ്റാത്ത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതേത് ഊർജ്ജമാണ്, എന്ത് ഊർജ്ജമാണെന്നൊന്നും പറയാൻ പറ്റാത്ത ഒരവസ്ഥയിലായിരുന്നു. അതിൽ നിന്നാണ് പിന്നീട് ഇതെല്ലാം ഒരു ടിനി സിംഗുലാരിറ്റി എന്ന് പറയുന്ന ഒരു എനർജിയുടെ ഒരു സവിശേഷതയിലേക്ക്, അതായത് ഘനീഭവിക്കുന്ന ഊർജാവസ്ഥയിലേക്ക് വന്ന് പിന്നെ അതിൻ്റെ ആ ഒരു റേഡിയേഷൻ കൊണ്ടോ മറ്റോ അതിലുണ്ടായ എക്സ്ട്രീം ഹീറ്റ് കാരണം ഇത് പൊട്ടിത്തെറിച്ചു എന്നാണ് ഐൻസ്റ്റീൻ പറയുന്നത്. പിന്നീടാണ് സൂര്യനും ചന്ദ്രനും ഭൂമിയുമെല്ലാം ഓരോ ഗോളങ്ങളായി സെപ്പറേറ്റ് ചെയ്യപ്പെടുന്നതാണ്. ഏതായാലും അവിടുന്ന് പിന്നീട് രൂപപ്പെടുന്നതാണ്, ഈ രൂപപ്പെടുക എന്ന് പറഞ്ഞാൽ ഇതിലുള്ള നേരത്തെ ഉള്ള ശക്തികൾ വികസിക്കുകയാണ്. ആ ശക്തികളാണ് ഐൻസ്റ്റീനൊക്കെ പറയുന്ന എനർജി. കാരണം ആ എനർജിയെ കാണാൻ പറ്റുന്ന, മോഷൻ കാണാൻ പറ്റുന്ന എനർജി എന്ന് പറഞ്ഞാൽ മോഷൻ, ചലനം. രണ്ടാമത്തത് റേഡിയേഷൻ. മൂന്നാമത്തത് എന്താ പറയുക, ഫോഴ്സ്ഫുൾ, അതായത് സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്. നാലാമത്തത് വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ്. അഞ്ചാമത്തത് മാസ്. തുടങ്ങിയതെല്ലാം ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് തുടങ്ങിയതെല്ലാം ഈ വിസ്ഫോടനത്തിലൂടെ കൂടുതൽ പ്രകടമായി. ഇതെല്ലാം നേരത്തെ അന്തർലീനമായ ശക്തികളായിരുന്നു. അങ്ങനെ ഇതെല്ലാം വന്ന് എപ്പോക്ക് എന്ന് പറയുന്ന ഒരു അവസ്ഥയിലെത്തുന്നു. അവിടെയാണ് ഈ 4 കാര്യങ്ങൾ, അതായത് റേഡിയേഷൻ, അതുപോലെ തന്നെ സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്, വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ്, അതുപോലെ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്, ഈ പരസ്പര ആകർഷണ ശക്തി കൊണ്ട്, റേഡിയേഷൻ ശക്തി കൊണ്ട് എന്ത് സംഭവിക്കുന്നു ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഇലക്ട്രോൺസ് എല്ലാം മൂവ് ചെയ്ത് അത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഹൈഡ്രജൻ്റെയും ഓക്സിജൻ്റെയും ഒക്കെ ഈ ഗ്യാസുകളെല്ലാം, ഗ്യാസ് നെബുലാസ് എന്നൊക്കെ പറയും, ഇതെല്ലാം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അതിൻ്റെ ആറ്റങ്ങളെ ഷെയർ ചെയ്ത് ഈ കെമിക്കൽ എന്താ പറയുക, റേഡിയേഷൻ കാരണം, ഇതിൻ്റെ കെമിക്കൽ പ്രോസസ്സ് കാരണം ക്രമേണ ഇവിടെ ആകാശവും വായുവും വെള്ളവും അതുപോലെ തന്നെ ഭൂമി, സൂര്യൻ, ഇതൊക്കെ അങ്ങനെ ഘനീഭവിച്ച് വന്നു. അപ്പോൾ അതിന് അവർ കണ്ടെത്തിയിരിക്കുന്നത് സൂക്ഷ്മമായ ശക്തി വികസിച്ചാണ് സ്ഥൂലമായത്. അപ്പോൾ ഒരു മൈക്രോസത്തിൽ നിന്നാണ് ഈ മൈക്രോകോസം, അതിൽ നിന്നാണ് ഈ മാക്രോകോസം എന്ന് പറയുന്ന, അതായത് സ്ഥൂലഭാഗം അല്ലെങ്കിൽ സ്ഥൂലീകൃതമായൊരവസ്ഥ രൂപപ്പെടുന്നത്. ഇത് ആധുനിക ശാസ്ത്രം തെളിയിച്ചിട്ടുള്ള കാര്യമാണ്, ഈ മാക്രോ എന്ന് പറയുന്നത്. അതായത് സൂക്ഷ്മതയിൽ നിന്നാണ് സ്ഥൂലത, കാരണത്തിൽ നിന്ന് കാര്യം വികസിച്ചു വന്നു. അപ്പോൾ ഇവിടുത്തെ ഒരു പ്രധാന കാര്യം നമുക്ക് മനസ്സിലാക്കാനുള്ളത്, ചലനങ്ങളിലൂടെയാണ് ഇതെല്ലാം രൂപപ്പെടുന്നത്. അപ്പോൾ പരസ്പരം 2 സാധനങ്ങൾക്ക് ചേരണമെങ്കിൽ, ഇവിടെ ആറ്റങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യപ്പെടണമെങ്കിൽ, ഇലക്ട്രോണുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യപ്പെടണമെങ്കിൽ ഇവിടെ ഒരു മോഷൻ ഉണ്ടാവണം. മോഷനില്ലാതെ, ചലനമില്ലാതെ ഒരിക്കലും യൂണിവേഴ്സ് വികസിക്കുകയില്ല. അപ്പോൾ ചലനത്തിലൂടെയാണ് പ്രപഞ്ചം വികസിച്ച് വന്നതെന്ന് ആധുനിക ശാസ്ത്രം പറയുമ്പോൾ കൃഷ്ണൻ പറയുന്നു, നോക്കൂ, യജ്ഞ കർമ്മോദ്ഭവം വിദ്ധി. കർമ്മം എന്നാൽ ചലനം എന്നല്ലേ, കൃ എന്ന ധാതുവിന് ചലനം എന്നല്ല അർത്ഥം. ഇപ്പം ചലനത്തിലൂടെ സഹവർത്തിത്വം, പരസ്പരം ആകർഷണം, നിങ്ങളതിനെ സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് എന്നോ വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ് എന്നോ ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ് എന്നോ ഗ്രാവിറ്റി ഫോഴ്സ് എന്നോ ഒക്കെ വിളിച്ചോളൂ. പക്ഷേ ഒരു സഹവർത്തിത്വം, അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റങ്ങൾ ഷെയർ ചെയ്യപ്പെടുന്നു, അതിൽ നിന്നും പർജന്യമുണ്ടാകുന്നു. ഒരു പ്ലാസ്മ സ്റ്റേജിലേക്ക് ഇതെല്ലാം മാറുന്നു. ആ പ്ലാസ്മ സ്റ്റേജിൽ നിന്നും പിന്നീടത് ഘനീഭവിച്ച് അന്നമായിത്തീരുന്നു. അന്നം എന്നാൽ സോളിഡായിട്ടുള്ള കെമിക്കലായിട്ട് മാറി പിന്നീട് അതിൽ നിന്നും ക്രമേണ ഈ പഞ്ചഭൂതങ്ങളും പിന്നീട് ജീവജാലങ്ങളും ഒക്കെ വികസിക്കുന്നു എന്ന ആധുനിക ശാസ്ത്രത്തിൻ്റെ ഗവേഷണങ്ങളെ നിങ്ങൾ കർമ്മമെന്ന വാക്കിന് മോഷനെന്നും
യജ്ഞം എന്ന വാക്കിന് അട്രാക്ഷൻ എന്നും അല്ലെങ്കിൽ റേഡിയേഷൻ എന്നോ നിങ്ങൾ അർത്ഥെടുത്തോളൂ. പരസ്പരമായിട്ടുള്ളൊരു ആകർഷണം എന്ന് അർത്ഥെടുത്തോളൂ. പർജന്യം, അന്നം, ഭൂതങ്ങൾ. ഐൻസ്റ്റീൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഈ ശ്ലോകത്തിലൂടെ നിങ്ങൾക്കൊന്ന് വ്യാഖ്യാനിക്കാൻ സാധിച്ചാൽ എവിടെയെങ്കിലും ഏതെങ്കിലും നിങ്ങൾക്ക് നിഷേധിക്കാൻ പറ്റുമോ? അത്ര പെർഫെക്റ്റായിട്ടല്ലേ കൃഷ്ണൻ അത് ഘടിപ്പിച്ചിരിക്കുന്നത്. കൂടുതൽ ഈ ശ്ലോകത്തിലേക്ക് നമുക്ക് കടക്കേണ്ടതുണ്ട്. കാരണം ഐൻസ്റ്റീൻ തുടങ്ങിയത് കർമ്മം മുതലാണ്. കർമ്മത്തിൻ്റെ പിന്നിൽ എന്താണെന്ന് ഐൻസ്റ്റീനും അറിഞ്ഞിട്ടില്ല. അവിടേക്കാണ് ഗീത വെളിച്ചം വീശുന്നത്. അതുകൊണ്ട് ആധുനിക ശാസ്ത്രത്തിന് പോലും ഉത്തരം കിട്ടാത്തൊരു ചോദ്യത്തെ ഈ ശ്ലോകത്തിലൂടെ കൃഷ്ണൻ വെളിപ്പെടുത്തുകയാണ്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വിശദമായിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, പ്രണാമം.